കേരള സ്റ്റോറി 2 സിനിമ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. പ്രധാനപ്പെട്ട 15 ദിവസത്തേക്കാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഈ സിനിമ റിലീസ് പാടില്ല. രൂക്ഷ വിമർശനമാണ് ഈ സിനിമയ്ക്കെതിരെ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന് ഭീഷണിയാണെന്ന് അടിവരയിട്ട് കോടതി ഈ കാര്യം പറഞ്ഞിരിക്കുന്നു. സെൻസർ ബോർഡിനെയും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. കാരണം സെൻസർ ബോർഡ് പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ടില്ല. മാത്രവുമല്ല, ഈ ടീസറും ട്രെയിലറും തന്നെ മതസൗഹാർദ്ദത്തിന് ഭീഷണിയാകുന്ന രീതിയിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സിനിമയ്ക്കുള്ളിൽ എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ ഭാഗം, കേരള സ്റ്റോറി 1-ാം ഭാഗം തന്നെ വലിയ പ്രശ്നങ്ങളും വിവാദങ്ങളും വന്നിരുന്നു. അതിൽ കുറച്ച് ഭാഗങ്ങൾ സുപ്രീം കോടതി കട്ട് ചെയ്യിപ്പിച്ചിരുന്നു. ആ കട്ട് ചെയ്ത ഭാഗങ്ങൾ 32,000 സ്ത്രീകളെ മതപരിവർത്തനം നിർബന്ധിച്ചുള്ള മതപരിവർത്തനം നടത്തുന്നു എന്നും പറഞ്ഞാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന കേരള സ്റ്റോറി 2. കൂടുതലും കൂടുതൽ പുറത്തു സംസ്ഥാനങ്ങളിലാണ് റിലീസ് വരാനിരുന്നത്. ഇന്നാണ് റിലീസ് വരാനിരുന്നത്. ഇതാണ് ഇവിടെയാണ് കേരള ഹൈക്കോടതി ഇടപെടുകയും ഈ സിനിമയ്ക്ക് സ്റ്റേ ചെയ്യുകയും ചെയ്തത്. അപ്പോൾ നിർബന്ധിച്ച് ഈ സിനിമ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്യിക്കാൻ വേണ്ടി അവർ മുൻകൂട്ടി ഇനി വേറെ മുൻകോടതിയിലേക്ക് പോകുമെന്നറിയില്ല. പക്ഷേങ്കിൽ താൽക്കാലികമായിട്ട് 15 ദിവസത്തേക്ക് സ്റ്റേ കോടതി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സിനിമ റിലീസാവില്ല. കാരണം ഇവിടുത്തെ കേരളത്തിൽ ഒരിക്കലും നടക്കാനില്ലാത്ത കാര്യം, അല്ല കേരളത്തിൽ ഇങ്ങനൊരു സംഭവങ്ങളെ ഉണ്ടാകുന്നില്ല. ഈ കാര്യങ്ങളെ വളച്ചൊടിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലും കേരളത്തിലെ മറ്റുള്ള പുറത്തുള്ള ജനങ്ങളിലേക്കും ഇത് എത്തിക്കുകയും കേരളത്തിലൂടെ വിദ്വേഷവും അല്ല കേരളത്തിലെ ജനങ്ങൾ തമ്മിൽ മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ ഭീഷണിയായും അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സിനിമയായിട്ടാണ് ഹൈക്കോടതി ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത്. ഇനി ആ സിനിമ മേൽക്കോടതികൾ പരിഗണിച്ച് ആ മേൽക്കോടതികളും അല്ല ഹൈക്കോടതി വീണ്ടും അത് പരിഗണിച്ച് അതിനകത്തുള്ള കട്ട് ചെയ്യേണ്ട ഭാഗങ്ങൾ കട്ട് ചെയ്ത് ആ സിനിമ റിലീസ് ചെയ്യാൻ അനുവദിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം. ഇതിനകത്ത് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ സിനിമ വേണോ വേണ്ടയോ, റിലീസ് വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റുകൾ വിലപ്പെട്ടതാണ്. പിന്നെ മമ്മൂട്ടി എന്ന മഹാനടൻ ഈ സിനിമയെക്കുറിച്ചുള്ള നിലപാട് എന്ന് നമ്മൾ ചോദ്യം ചെയ്യുന്നു. മമ്മൂട്ടി എന്ന എന്ത് കാര്യത്തിനും നിലപാട് പറയുന്ന മമ്മൂട്ടിയൊക്കെ മരവാഴയെപ്പോൾ ഇരിക്കുകയാണ്. മമ്മൂട്ടി എന്ന മഹാനടനും മോഹൻലാൽ എന്ന മഹാനടനും ഇതിനെതിരെ പറയണം. ഈ സിനിമ വേണോ, ഈ സിനിമ ആവശ്യമുള്ളതാണോ കേരളത്തിൽ? ഇവരൊക്കെ മിണ്ടാതിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രൊപ്പഗണ്ട സിനിമകൾ കേരളത്തിലേക്ക് വരുന്നത്. അതുമാത്രമല്ല, കേരളം എന്നുള്ള പേര് അത്യാവശ്യമായി തന്നെ മാറ്റേണ്ടതാണ്. അത് ആരെങ്കിലും സ്റ്റേ കൊടുത്ത് എങ്ങനെയും കേരളം എന്നുള്ള സ്റ്റോറി, കേരളത്തിനെതിരെ അങ്ങനെയുള്ള ഒരു കാര്യം വേണ്ട. തമിഴ്നാടിനെതിരെ ഇങ്ങനൊരു കാര്യം പറയുമോ, അല്ലെ ആന്ധ്രയ്ക്കെതിരെ ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ ആ സിനിമയല്ല, ആ സിനിമ ജീവിതകാലത്ത് ആ സിനിമ റിലീസാകില്ല. പക്ഷേ കേരളത്തിൽ കേരളത്തിന് എന്തും പറയാമെന്നൊരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കേരളത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ഭീഷണിയാവും. 32,000 സ്ത്രീകളെ നിർബന്ധിച്ച് മുസ്ലിം മതത്തിലേക്ക് മതപരിവർത്തനം നടത്തി എന്നൊക്കെയുള്ള ഈ സിനിമയിലെ ഭാഗങ്ങൾ കേരളത്തിലെ ജനങ്ങളിൽ വലിയ ഭീതി ഉണ്ടാക്കും. ഇത് ഈ സിനിമയിലും തുടരുമോ എന്നുള്ളത് കാണാം. ഫസ്റ്റ് ഭാഗത്ത് പലതും കട്ട് ചെയ്താണ് സിനിമ ഇറക്കിയെങ്കിലും അത് തന്നെ ഭയങ്കര വാദങ്ങൾക്കും മനുഷ്യൻ്റെ മനസ്സിലേക്കും വലിയ വേദനകൾ സൃഷ്ടിച്ചിരുന്നു. അപ്പോഴാണ് ഈ അടുത്ത സിനിമ വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള സിനിമകൾ കാണണോ വേണ്ട എന്ന് നമ്മളോട് തീരുമാനിക്കണം. കാരണം ഇങ്ങനെയുള്ള സിനിമകൾ കേരളത്തിലുള്ളവർ കുറച്ചേ കണ്ടുള്ളായിരുന്നു. നല്ല രീതിയിൽ കുറവായിരുന്നു കണ്ടത്. പക്ഷേ പുറത്തുള്ളവർ വലിയ രീതിയിൽ കാണുന്നുണ്ട്. അവർ കേരളത്തിൽ നടക്കുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങളാണോ എന്ന് അവരുടെ മനസ്സിലേക്ക് വരികയും ഈ കേരളത്തിൽ നിന്ന് പുറത്തു വിനോദത്തിനൊക്കെ പോകുന്നവരൊക്കെ ഇത് പറയുന്നുണ്ട്. നിങ്ങൾ കേരള സ്റ്റോറി സിനിമയാണ്, ഇങ്ങനെയല്ലേ അവിടെ നടക്കുന്നത്, ഇങ്ങനെയല്ലേ സംഭവങ്ങൾ. ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ്. കാരണം ഇങ്ങനെയാണോ നമ്മുടെ നാട്? നമ്മുടെ ഹിന്ദുക്കളും മുസ്ലിമും ക്രിസ്ത്യാനികളും എല്ലാം ഒരുമിച്ച് താമസിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലോട്ട് മാറുന്നുണ്ട്, മുസ്ലിം മതത്തിൽ നിന്ന് ഹിന്ദു മതത്തിലോട്ട് മാറുന്നു, ഹിന്ദു മതത്തിൽ നിന്ന് മുസ്ലിം മതത്തിലോട്ട് മാറുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മതം മാറുന്നവരുണ്ട്. അതുകൂടാതെ എണ്ണത്തിൽ എത്ര കൂടുതലുണ്ടെന്നല്ല നോക്കുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് നിർബന്ധിച്ചൊരു മതമാറ്റം കേരളത്തിലില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.